പ്രാവശ്യം കൂടെ വണക്കുവാനും അങ്ങനെ വചനത്തിൽ നിന്ന് പഠിപ്പാനും കർത്താവ് തന്ന കൃപയ്ക്കായിട്ടും ഭാഗ്യത്തിനായിട്ടും ഓർത്ത് സ്തോത്രം കരുതുന്നു. നിങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ വായിലെ വാക്കുകളും കർത്താവ് ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളും അസാധകരമായിട്ട് മാറട്ടെ. ഈശ്വരൻ ആരാധനയോടനുബന്ധിച്ച് സ്വർഗത്തിലെ ആരാധന അതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ആരാധനയുടെ ഒരു നിഴൽ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ആ സ്വർഗത്തിലെ ആരാധനയുടെ ഒരു ഗ്ലിംസ്, ഒരു എത്തിനോട്ടം മാത്രമാണ് നമുക്ക് വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ആ മഹത്വവാനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലനെ കവിണ്ണു വീണ് ദൈവത്തെ ആരാധിക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. നമുക്ക് ആ എത്തിനോട്ട് നമുക്ക് ആ ഗ്ലിംസ് കിട്ടാത്തത് കൊണ്ടാണ് നാം കവിണ്ണു വീഴാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവം ആരാണ്, ദൈവം എന്താണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ആരാധിക്കുവാനായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ. ആരാധനയിലൂടെ എനിക്കെന്ത് ലഭിച്ചു എന്ന ചിന്തയേക്കാൾ ദൈവം ആരാണെന്ന് എന്ന് ചിന്തിക്കുവാനും ഈ മഹത്വവാനായ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ഇതിലൂടെ ഇടയാകുമാറാകട്ടെ. വെളിപാട് പുസ്തകം 4-ാമത്തെ അത് 11 വാക്യമേ ഉള്ളൂ. അത് മുഴുവൻ വായിക്കുന്നതിനായിട്ട് പകരമായിട്ട് ഓരോരോ വാക്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം എന്ന് തുടങ്ങുമെങ്കിലും പല വേർഷൻസിലും ആഫ്റ്റർ ദീസ്, അതിന് ശേഷം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തില് വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള ഒരു രൂപരേഖ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ യോഹന്നാനോട് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാനിരിക്കുന്നതും അത് എഴുതുക എന്ന ഒരു ശബ്ദം കേട്ടു എന്നാണ് യോഹന്നാൻ എഴുതുന്നത്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും, what you have seen, what things that are and things which will take place after these things. അപ്പോൾ വെളിപാട് പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാം. 1-ാമത്തെ അധ്യായം നീ ഇപ്പോൾ കണ്ടതും what you have seen എന്നുള്ളതും, 2-ഉം 3-ഉം അധ്യായങ്ങളില് what are ഇപ്പോൾ ഉള്ളതും ആയിട്ടുള്ള കാര്യം, 4 മുതലുള്ള അധ്യായങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നതും ആയിട്ട് നമുക്ക് 3ആയിട്ട് നമുക്ക് തരം തിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 2-ഉം 3-ഉം അധ്യായങ്ങളിൽ സഭകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിന് ശേഷം, ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് 4-ാമത്തെ അധ്യായം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗ്രീക്കില് മെറ്റാടോട്ട എന്ന വാക്കപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1-19 അതുപോലെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഇതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്വർഗത്തിനെ കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് നമുക്ക് 4-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് സ്വർഗത്തിൽ നിന്നുള്ളൊരു വീക്ഷണം. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക്, ക്രിസ്തുവിനെ ത്യജിക്കുന്ന മനുഷ്യർക്കുള്ള ശിക്ഷാവിധിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വീക്ഷണമാണ് ആദ്യമായിട്ട് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. നമ്മൾ യെശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലും എഹെസ്കേൽ പ്രവചനന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും നമ്മൾ ഇതേ സമാനമായ ഒരു വീക്ഷണമാണ് അവിടെ കാണുന്നത്. സമാഗമന കൂടാരത്തില് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതും ഇതിന് പ്രകാരമാണ്. 4 മുതൽ 19 വരെയുള്ള അല്ലെങ്കിൽ 5 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ വെളിപാട് പുസ്തകം 5 മുതൽ 19 വരെയുള്ള അധ്യായത്തില് 7 മുദ്രകള്, 7 കാഹളങ്ങള്, 7 കലശങ്ങൾ വഴി ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലെ മനുഷ്യർക്ക് നേരെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന്
ഉള്ള ഒരു കാഴ്ചപ്പാട്, സ്വർഗത്തിൽ നിന്നൊരു വീക്ഷണം ലഭിക്കുവാനായിട്ടാണ് 4-ാമത്തെ അധ്യായത്തിൽ ഇതവിടെ എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തില് നമ്മള് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാവളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം, the first voice, വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതേ ശബ്ദമാണ് കേൾക്കുന്നത്. 8-ാമത്തെ വാക്യത്തിലും ഇതേ ശബ്ദം കേൾക്കുന്നു. I am the Alpha and the Omega, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്തു. ഇതേ ശബ്ദമാണ് 10-ാമത്തെ വാക്യത്തില്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലൗദീക്കിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. കാഹളത്തിനൊത്ത ഒരു മഹാനാദം, അതേ രീതിയിലുള്ള ഒരു വലിയ ശബ്ദമാണ്, കാഹളം പോലെയുള്ള ഒരു വലിയ ശബ്ദമാണ് ഇവിടെ 4-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ വാക്യത്തില് കേൾക്കുന്നത്. ആദ്യത്തെ ശബ്ദം, നേരത്തെ കേട്ട അതേ ശബ്ദം തന്നെ കേൾക്കുമ്പോൾ, അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് ഓൾറെഡി 1-ാമത്തെ അധ്യായത്തില് മനസ്സിലായി കാഹളം പോലെയുള്ള ഈ ശബ്ദം കർത്താവായ യേശുക്രിസ്തുവിന്റെ, തന്റെ യജമാനന്റെ ശബ്ദമാണ്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ അതേ ശബ്ദം തന്നെയാണ് താൻ ഇവിടെ കേൾക്കുന്നത് എന്ന് ചിന്തിച്ച് എക്സൈറ്റഡ് ആയിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ ആ സൈഡിലേക്ക് നോക്കിയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പറയുന്ന ആ ശബ്ദം പറയുന്നത്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. കം അപ്പ് എന്ന് പറയുന്നത് ഒരു വാതിൽ ഓൾറെഡി അവിടെ തുറന്നു. കം അപ്പ്, ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. കാഹളനാദം പോലെ, ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ കാഹളനാദം പോലെ അല്ലെങ്കിൽ ട്രംപറ്റിന്റെ സൗണ്ട് പോലെ മാത്രം തോന്നുന്ന ഒരു സൗണ്ട് എന്നുള്ള ഒരു ശബ്ദം എന്നുള്ള രീതിയിലല്ല, വളരെ വ്യക്തമായ, വളരെ പ്രത്യേകമായ, വളരെ ഹൃദയത്തെ ഉണർത്തുന്ന ഒരു ശബ്ദം, ഒരു ടെൻഡർ വോയിസ്, എന്നാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് താൻ കേൾക്കുകയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. എന്തിനെ കുറിച്ചാണ് ആ ശബ്ദം പറഞ്ഞത്? ആ ശബ്ദം പറഞ്ഞത്, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന്. ഇനി സംഭവിക്കുവാനുള്ളത്, അതാണ് നമ്മൾ ഓൾറെഡി കണ്ടത് 1-ാമത്തെ അധ്യായത്തില്. ഇനി സംഭവിക്കാനുള്ളത് എന്താണെന്ന് യോഹന്നാൻ അപ്പോസ്തലന് അവിടെ കാണിച്ചു കൊടുത്തു. കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 1 തെസ്സലോനിക്കർ ഇതിന്റെ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തില് നമുക്ക് അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നു. 1 Thessalonians chapter 4 verse 16. 16 വാക്യങ്ങൾ കിട്ടുന്നവരെ മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 17-ാമത്തെ വാക്യത്തില്, ഇപ്പോൾ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. റാപ്ചർ എന്നുള്ള വാക്ക് ബൈബിളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും പലപ്പോഴും 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ 2-ാമത്തെ വരവിൽ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ള ആ സത്യത്തെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക്. കം എന്ന്, ഇവിടെ കയറി വരിക എന്ന്, ഒരു വാതിൽ തുറന്നിട്ട് ഇവിടെ കയറി വരിക എന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ആത്മവിവശനായി സഭയുടെ റെപ്രസെന്റേറ്റീവായി യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം 1 മുതൽ 4 വരെ 3 വരെയുള്ള അധ്യായങ്ങളിൽ സഭ എന്നുള്ള വാക്ക് ഒരു 10-12 പ്രാവശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സഭകളെ കുറിച്ച് പറയുമ്പോഴും അതല്ലാതെയും ചർച്ച് എന്ന പദം ഒരു 10 to 12 ടൈംസ് ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ 4-5 ശേഷമുള്ള അധ്യായങ്ങളിൽ
സഭ എന്ന വാക്ക് ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ അർത്ഥം അതിനുശേഷം സഭ അവിടെ ഇല്ല. സഭയെല്ലാം കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ എടുക്കപ്പെട്ട ആ സാഹചര്യത്തിൽ, ന്യായവിധി നടക്കുന്ന സാഹചര്യത്തിൽ, ഇത് ഒത്തിരി കോൺട്രവേഴ്സ്യലാണ്. പലരും പല ടീച്ചിങ് ആണ്. ഗ്രേറ്റ് ജഡ്ജ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ സമയത്ത് സഭ ഇവിടെ ഉണ്ട് എന്നും സഭയില്ല എന്നും പല പഠിപ്പിക്കലുകളുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത ഭാഗം എന്ന് പറയുന്നത്, ഈ മഹാക്രോധം നടക്കുന്ന സമയത്ത് സഭ എന്നൊരു വാക്ക് ഒരിക്കൽ പോലും ഈ അധ്യായത്തിൽ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം സഭ ഓൾറെഡി കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്, കർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ ആ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആത്മവിവശനായി, ഇൻ ദ സ്പിരിറ്റ്, രണ്ട് രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ആത്മാവ്, ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് അതിനെ ചിന്തിക്കാം, അല്ലെങ്കിൽ ശരീരത്തോടു കൂടി എടുക്കപ്പെട്ടിരിക്കാം. നമുക്കറിയത്തില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. പൗലോസ് അപ്പോസ്തലനും തന്റെ സ്വർഗത്തെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ I don't know whether I was taken up bodily up or my spirit alone was taken up. I really don't know എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. 2 കൊരിന്ത്യർ 12:2 നാം അത് വായിക്കും. Whatever it is, യോഹന്നാൻ അപ്പോസ്തലൻ ഈ സ്വർഗത്തിലെ ആരാധന നടക്കുന്ന സമയത്ത് യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രസൻസ് അവിടെയുണ്ട്. തനിക്ക് ഇതൊരു തോന്നലോ അല്ലെങ്കിൽ തനിക്ക് ഒരു വിഷൻ പോലെ തോന്നുകയോ ഉള്ള ഒരു കാര്യമല്ല. എന്നാൽ താൻ അവിടെ either in spirit or in body അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ആരാധന ആദ്യമായി ആത്മവിവശനായി കാണുമ്പോൾ പ്രധാനമായിട്ടും യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് ഒരു സിംഹാസനം. He sees a throne. ആദ്യം അവിടെ ഈ സൗണ്ട് കേട്ട്, കാവളനാദം പോലെയുള്ള തന്റെ പ്രിയന്റെ ശബ്ദം കേട്ട്, ക്ലിയർ ആയിട്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അവിടെ ഇരിക്കുന്ന ഒരു സിംഹാസനമാണ്. രണ്ടാമത്തെ വാക്യം, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനം, അതാണ് ഈ അപ്പോസ്തലൻ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ താൻ കാണുന്നത് എല്ലാം ഈ സിംഹാസനത്തിന് ചുറ്റുമാണ്. സിംഹാസനം കണ്ടു, അതിന്റെ ഉള്ളിൽ സിംഹാസനസ്ഥനായി ഒരാൾ ഇരിക്കുന്നത് കണ്ടു, അതിന്റെ ചുറ്റും ഉള്ള പ്രഭ കാണുന്നു, അതിന് ചുറ്റുമുള്ള വില്ല് കാണുന്നു, മഴവില്ല് കാണുന്നു, അതിന് ചുറ്റും ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും കാണുന്നു, അതിന്റെ ചുറ്റും അതിന്റെ സെന്ററിലുള്ള എല്ലാം സെന്റേർഡ് അറൗണ്ട് ദിസ് ത്രോൺ. എല്ലാം ഈ സിംഹാസനത്തെ ചുറ്റിപ്പറ്റിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഓരോ കാര്യങ്ങളും. സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു രാജാവുമുണ്ട്. പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊരു സ്വർഗത്തിൽ എല്ലാ കൺട്രോളും ഉള്ള ഒരു ദൈവം, ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ലോകത്തിലെ പഠിപ്പിക്കൽ ഇപ്പോൾ പലതും അതാണ് കാണിക്കുന്നത്. There is nobody. അങ്ങനെ ഒരു ദൈവം ഉള്ളതായിട്ട് ഒരു എവിഡൻസും ഇല്ല, ഒരു പ്രൂഫും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സംഭവിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും വരുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ യോഹന്നാൻ തറപ്പിച്ച് പറയുന്നു, അവിടെ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു രാജാവ് ഉണ്ട്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനെയും ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ലോകപ്രകാരം ലോകം നോക്കുമ്പോൾ ചുറ്റും ദൈവമില്ല എന്ന് കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അതിഭയങ്കരനായ ദൈവം ഉപവിഷ്ടനായിരിക്കുന്ന സിംഹാസനം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നാം ഓരോരുത്തരും ഈ ദൈവത്തെ അറിഞ്ഞവരാണ് എങ്കിലും പലപ്പോഴും നമ്മുടെ പ്രവർത്തികളെല്ലാം ഇങ്ങനെ ഒരു ദൈവം ഇല്ല എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും നാം സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ സ്വർണം കൊണ്ടുള്ള വീഥികളുണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് അല്ലെങ്കിൽ മുത്തുകൊണ്ടുള്ള ഗോപുരങ്ങളുണ്ട്, ഫൗണ്ടേഷൻ എല്ലാം, ഈ ഗോപുരങ്ങളുടെ ഫൗണ്ടേഷൻ മൂലക്കല്ലുകളെല്ലാം ഓരോ പ്രഷ്യസ് സ്റ്റോൺസ് ആണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഞ്ചൽസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നെങ്കിലും പ്രധാനമായിട്ടും
സ്വർഗം എന്ന് പറയുന്നത് രാജാവിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണ്. ദി അതോറിറ്റി ബിലോങ്സ് ടു ഹിം എന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നുപോകും. ഈ സിംഹാസനം താൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ലോകപ്രകാരം നാം നോക്കുമ്പോൾ ഈ ലോകത്തില് അനേകം വ്യക്തികൾ ആ സിംഹാസനത്തിൽ തന്നെത്താൻ ഏറാനും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഏറപ്പെടാനും ശ്രമിച്ച അനേകം സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹിറ്റ്ലർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ, അനേകർ തങ്ങൾ ദൈവമാണ് എന്നുള്ള രീതിയിൽ അല്ലെ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ഉയർത്തിയ സാഹചര്യത്തിൽ അവിടുന്ന് എല്ലാം താഴെ ഇറക്കപ്പെട്ട സാഹചര്യം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നെപ്പോളിയൻ ആണെന്ന് തോന്നുന്നു, താൻ വന്നത് വെറും കൈയോടെയാണ്, താൻ പോകുന്നതും വെറും ഇത്രയും നേടിയ ഒരു രാജാവ് താൻ വന്നത് വെറും കൈയോടെയാണ്, താൻ പോകുന്നതും വെറും കൈയോടെയാണ് എന്ന് പ്രഖ്യാപിക്കും. സിംഹാസനസ്ഥനായ ഒരു ദൈവം മാത്രം, ഒരു രാജാവ് മാത്രം. നമുക്ക് നോക്കാം, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ രൂപത്തെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യോഹന്നാൻ ശ്രമിക്കുകയാണ്. യോഹന്നാന് താൻ കണ്ടത് വെച്ചെല്ലാം കമ്പയർ ചെയ്ത് യോഹന്നാൻ ഈ ദൈവത്തെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ താൻ മനസ്സിലാക്കുന്നു, എനിക്ക് ഒരു കാരണവശാലും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ വർണ്ണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള, എനിക്ക് മനസ്സിലാവുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു രാജാവാണ്, ഒരു കർത്താവാണ്, ഒരു ദൈവമാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്ന് താൻ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇംഗ്ലീഷിൽ അത് പറയുന്നത് he who was sitting was like എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ലൈക്ക് തനിക്കൊരു ഒരു പ്രത്യേക ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു ആകാരമോ ഈ രൂപത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. താനൊരു ആ സിംഹാസനത്തിലേക്ക് മനുഷ്യന് തുല്യനാണ്, അല്ലെങ്കിൽ കാളയ്ക്ക് തുല്യനാണ്, അല്ലെങ്കിൽ മൃഗത്തിന് തുല്യനാണ് ഒന്നും പറയാനായിട്ട്, ഈ വലിയ ദൈവത്തെ വർണ്ണിക്കുവാനായിട്ട്, ഈ വലിയ രാജാവിനെ വർണ്ണിക്കുവാനായിട്ട് യോഹന്നാന് പറ്റുന്നില്ല. താൻ ആ പാടെ അവിടെ കാണുന്ന ആ സിംഹാസനത്തിന് ചുറ്റുമുള്ള ആ വെളിച്ചമാണ്, ആ പ്രഭയാണ്, ആ ഗ്ലോറിയാണ്, ആ മഹത്വമാണ്. ആ മഹത്വം മാത്രമാണ് താൻ അവിടെ പ്രഖ്യാപിക്കാനായിട്ട് അല്ലെങ്കിൽ അത് വർണ്ണിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. It was like a jasper stone and sardius in appearance. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. ഈ പ്രഷ്യസ് സ്റ്റോൺസ്, ഇതിന്റെയൊക്കെ മീനിങ് എന്താണ് ഞാൻ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്യാൻ, അതിന്റെ കളർ പോലും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സൂര്യകാന്തം എന്താണെന്നും പത്മരാഗം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായി. അപ്പൊ ജാസ്പറും സാർഡിയസും ഒക്കെ എന്താണെന്ന് മനസ്സിലാകാഞ്ഞുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സൂര്യകാന്തം ഇസ് മോർ ലൈക്ക് എ ഡയമണ്ട്. ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യം. ഒരു വൈറ്റ് ലൈറ്റ്, ഒരു വെള്ള കളറിലുള്ള ഒരു വെളിച്ചം നൽകുന്ന ഒരു പ്രഷ്യസ് സ്റ്റോൺ ആണ് സൂര്യകാന്തം. എന്നാൽ സാർഡിയസ് അല്ലെങ്കിൽ പത്മരാഗം ഹാസ് മോർ ഓഫ് എ റെഡ് ടിഞ്ച്, ചുവപ്പ് കളറുള്ള ഒരു രത്നമാണ് സാർഡിയസ്. ഇതെന്തിനെ കാണിക്കുന്നു? കർത്താവിന്റെ ആ പരിശുദ്ധി, ആ വെള്ള ആ വൈറ്റ് കളറിനെ കാണിക്കുന്നുവെങ്കിൽ കർത്താവ് ആ കാൽവരി ക്രൂശില് രക്തം ചിന്തിയ ആ ചുവപ്പ് കളറ് സാർഡിയസ് കാണിക്കും. എപ്പോഴും കർത്താവിന്റെ പരിശുദ്ധിയും കർത്താവിന്റെ ക്രൂശ് മരണവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭ, ഒരു മഹത്വം. എപ്പോഴും ആ സിംഹാസനത്തിൽ നിന്ന് കർത്താവിന്റെ പരിശുദ്ധിയും കർത്താവിന്റെ വിശുദ്ധിയും കർത്താവിന്റെ ആ കാൽവരി ക്രൂശിലെ മരണവും മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് താൻ ശ്രമിച്ച, താൻ പ്രയാസപ്പെട്ട, താൻ അനുഭവിച്ച കഷ്ടതകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്വം. ഇത് മാത്രം പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ മുന്നിൽ കവിണ്ണു വീണ് യോഹന്നാനെ പോലെ നമസ്കരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. മഹാപുരോഹിതന്റെ മാർപതക്കത്തില്, ബ്രസ്റ്റ് പ്ലേറ്റില് മൊത്തം 12 പ്രഷ്യസ് സ്റ്റോൺസ് ആയിരുന്നു. അതില് ആദ്യത്തേത്
ജാസ്പറും, ആദ്യത്തേത് സാർഡിയസും അവസാനത്തേത് ജാസ്പറും ആൽബം എന്നാണ് പറയുന്നത്. ആദ്യത്തേത് ഈ പറയുന്ന പത്മരാഗവും അവസാനത്തേത് സൂര്യകാന്തവും. സോ ദൈവത്തിന്റെ ക്യാരക്ടർ മുഴുവൻ, ആ ഹൈ പ്രീസ്റ്റ്, ആ മഹാപുരോഹിതനായ കർത്താവിന്റെ ക്യാരക്ടർ മുഴുവൻ ഇവിടെ കാണിച്ചു തരുന്ന കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ പ്രഭ. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനത്തിന്റെ ചുറ്റും 3-ാമത്തെ വാക്യത്തില് കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്, റെയിൻബോ that surrounds the throne of God. പണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് റെയിൻബോ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഒരു ഹാഫ് സർക്കിളാണ് അല്ലെ. നമ്മൾ കണ്ടിട്ടുള്ള റെയിൻബോകളെല്ലാം നമ്മൾ പകുതിയെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പുറകില് ഇങ്ങനെ ഒരു ഹാഫ് സർക്കിളിൽ റെയിൻബോ, നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ ദൈവത്തിന്റെ ചുറ്റും ഒരു ഹെയിലോ കാണും. അതുപോലെ ദൈവത്തിന്റെ ചുറ്റും ഒരു ഹാഫ് സർക്കിളിൽ ഒരു റെയിൻബോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നത് സിംഹാസനത്തിന്റെ ചുറ്റും. അപ്പൊ ഒരു ഫുൾ സർക്കിൾ ആണെന്നാണ് പിന്നീട് ഞാൻ വിചാരിച്ചത്. ഒരു ഫുൾ സർക്കിൾ സറൗണ്ടിങ്, അതും ഒരു ഹെയിലോ പോലെ തന്നെ ഇരിക്കും, അതും ഒരു പ്രഭാവലയം പോലെ തന്നെ ഇരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മളൊരു 3 ഡയമെൻഷണൽ രീതിയിൽ ചിന്തിക്കണം. സിംഹാസനത്തിന്റെ ചുറ്റും, ഇതാണ് സിംഹാസനമെങ്കിൽ ഇതിന്റെ ചുറ്റും എല്ലാ ഡയറക്ഷനിലും നോക്കുമ്പോൾ മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവിൽ. എന്താണ്, വാട്ട് ഡസ് ദിസ് റെയിൻബോ സജസ്റ്റ്? ദൈവത്തിന്റെ നോഹയോടുള്ള തന്റെ ആ കവനന്റ്, ആ ഉടമ്പടി. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ ദൈവം സോവറീനാണ്, പരമാധികാരം ഉള്ള ഒരു ദൈവമാണ്. പരമാധികാരം എന്ന് പറഞ്ഞാൽ, സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. താൻ രാജാവാണ്, താൻ മഹത്വവാനാണ്, ഈ ലോകത്തെ ഭരിക്കുന്ന ഇതിന്റെ കിങ് ഓഫ് കിങ്സ് ആണ്. തനിക്ക് എന്ത് ചെയ്യാനും ഉള്ള അധികാരം ഉണ്ട് എന്നാണ് സോവറിനിറ്റി. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനുള്ളത് അധികാരമുണ്ട് എന്ന് മാത്രമല്ല, എന്ത് ചെയ്യാനുള്ള കഴിവുമുണ്ട്. He is able to do. He is willing to do. He is able to do. He has the power to do. അതാണ് സോവറിനിറ്റി, അല്ലെങ്കിൽ അതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ രാജാവിന്റെ കഴിവ്. എന്നാൽ ഇതിനു ചുറ്റും ദൈവത്തിന്റെ ഉടമ്പടിയും കൂടെ ഉണ്ടായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയും, ദൈവത്തിന്റെ സർവ്വ അധികാരവും ഉപയോഗിച്ച് നമ്മളെ ഓരോരുത്തരെയും നിത്യനരകത്തിലേക്ക് തള്ളിവിടാൻ കഴിയും. ദൈവത്തിന് തന്റെ സർവ്വ അധികാരം, പരമാധികാരവും ഉപയോഗിച്ച് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ റിബല്യൻ നിമിത്തം നമ്മളെ നശിപ്പിക്കാൻ കഴിയും. പക്ഷെ ദൈവം മനുഷ്യനോട് ചെയ്ത ആ ഉടമ്പടി എപ്പോഴും ഓർക്കേണ്ടതിന് സിംഹാസനത്തിനു ചുറ്റും. ആലോചിച്ച് നോക്കി, പരമാധികാരിയായ ദൈവം എങ്ങോട്ട് നോക്കിയാലും ഈ മഴവില്ല കാണുന്നത്, എങ്ങോട്ട് നോക്കിയാലും ഈ വില്ല കാണുന്നത്, എങ്ങോട്ട് നോക്കിയാലും ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ഉടമ്പടിയാണ് കാണുന്നത്. That I will not destroy. ഇറ്റേണൽ ഹെല്ലിലോട്ട്, നിത്യ നരകത്തിലേക്ക് തള്ളിവിടാൻ ദൈവത്തിന് സർവ്വ അധികാരം നമ്മളോട് ഓരോരുത്തരോടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ രാജാവ്, ഈ സർവാധികാരിയായ രാജാവ് നമ്മളോടുള്ള സ്നേഹം നിമിത്തമുള്ള ഉടമ്പടിയിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. തന്നെ ആ നിത്യ നരകത്തിലേക്ക് നമ്മളെ തള്ളിവിടാതിരിക്കുവാൻ, ഈ ഉടമ്പടി ഓർക്കുവാൻ വേണ്ടിയിട്ട്, എപ്പോഴും അത് ഓർക്കുവാൻ വേണ്ടിയിട്ട് സിംഹാസനത്തിന്റെ ചുറ്റും ആ ഉടമ്പടിയുടെ ഒരു ഓർമ്മ വെച്ചിരിക്കുകയാണ്. കരുണയുടെ ഉടമ്പടി, covenant of mercy, covenant of grace. That God is for us. ദൈവം നമ്മളോടൊപ്പമുണ്ട്, ദൈവം നമ്മുടെ കൂടെയാണ്, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ദൈവമാണ്. ഇത്രയും സോവറീൻ, ഇത്രയും പരമാധികാരിയായ ദൈവം തന്നെ റെസ്ട്രിക്ട് ചെയ്യാണ് നമ്മളോട് ഓരോരുത്തരോടുള്ള സ്നേഹം പോലെ. ഇത് മാത്രം പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ കവണ് വീണ് ആരാധിക്കുവാനായിട്ട്. 4-ാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. പല ടീച്ചിങ് കൊണ്ട് ഇത് മാലാഖമാരാണ്, ഇത് ഹെവൻലി ബീയിങ്സ് ആണ്. പക്ഷേ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഗ്ലോറിഫൈഡ് ബോഡീസ് അല്ലെങ്കിൽ മഹത്വം ശരീരമുള്ള മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവിടെ വെള്ള ഉടുപ്പും ധരിച്ച് കിരീടമുള്ള, ഇതൊന്നും മാലാഖമാർക്കോ ഏഞ്ചൽസിനോ ഉള്ളതായിട്ട് നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല.
24 മൂപ്പന്മാരുടെയും ഒരു പാട്ട് നമ്മൾ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കാൻ, ഇത് 24 മൂപ്പന്മാർ പാടുന്ന ഒരു പാട്ടാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അല്ല, 8-ാമത്തെ വാക്യം വരെ വായിക്കും. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇതൊന്നും മാലാഖമാർ ഏഞ്ചൽസ് പാടേണ്ട ഒരു കാര്യമില്ല. 24 ഗോത്ര 24 മൂപ്പന്മാർ ഈ 12 ഗോത്രങ്ങളെയും 12 അപ്പോസ്തലന്മാരെയും കാണിക്കുന്നു എന്ന് ചില പഠിപ്പിക്കലുകൾ പറയുന്നു. എന്തായിരുന്നാലും ഇറ്റ് റെപ്രസെന്റ്സ് ദ ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് ദ ചർച്ച്, ഗ്ലോറിഫൈഡ് ബോഡി ഓഫ് മാൻകൈൻഡ്. നാം ഓരോരുത്തരും ആർ ബീങ് റെപ്രസെന്റഡ് ദേർ. 24 മൂപ്പന്മാർ ഇരിക്കുന്നത് വീണ്ടും 24 സിംഹാസനങ്ങളിലാണ്. ദൈവത്തോടൊപ്പം കൂട്ടവകാശികളായിട്ട്, ദൈവത്തോടൊപ്പം വാഴുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇത്ര വലിയൊരു പ്രിവിലേജ് ദൈവം തന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട്? 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളിൽ സീനായി മരുഭൂമിയിൽ മോശ 10 കൽപ്പനകൾ ദൈവത്തോട് സമ്പാദിക്കുവാനായിട്ട് പോകുമ്പോൾ ഇസ്രായേൽ മക്കൾ താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്, കേൾക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇടിമുഴക്കും മിന്നലും നാദവും മാത്രമേ കേൾക്കുന്നു. ഭയപരവശരായി അവര് സീനായി മല മുകളിലേക്കോ അതിൽ ചെന്ന് തൊടുവാനോ അവർക്ക് ഭയമായിരുന്നു. Where is our awe? Where is our respect when we worship our God? നമ്മൾ എത്ര കാഷ്വൽ ആയിട്ട് നിന്നാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത്. ഈ അതിശയവും ഭയങ്കരവുമായ ദൈവം, കാഹളനാദത്തിനോടൊത്ത ശബ്ദമുള്ള ഒരു ദൈവം, surrounded by the rainbow of his covenant of mercy. ഇടിമുഴക്കവും നാദവും മിന്നലും എപ്പോഴും ഈ സിംഹാസനത്തിന് ചുറ്റുമുള്ള ഒരു ദൈവം. നമുക്ക് കണ്ടാൽ ഒരു രൂപം പോലും മനസ്സിലാവുന്നില്ല. ഫുൾ ആ ഗ്ലോറി മാത്രമുള്ള, എപ്പോഴും തന്റെ പരിശുദ്ധിയും തന്റെ സാക്രിഫിഷ്യൽ ലവും ക്രൂശിലെ മരണത്തെയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രഭ മാത്രം കാണുന്ന. Where is our awe? Where is our awe? Where is our respect to this God? ഭയത്തോടെ വിറയലോടെ ദൈവത്തെ നമുക്ക് എന്തുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നില്ല? അതിനുശേഷം നമ്മൾ വായിക്കുന്നത് 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ഓൾറെഡി 1-ാമത്തെ അധ്യായത്തില് നമ്മൾ അത് വായിക്കുന്നുണ്ട്. 7 ആത്മാക്കളുള്ള 7 ദീപങ്ങൾ, ആത്മാക്കളായ 7 ദീപങ്ങൾ. അതിന്റെ അർത്ഥം 7 ഡിഫറെന്റ് സ്പിരിറ്റ്സ് ഉണ്ടെന്നുള്ളതല്ല. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുവെങ്കിൽ 7 എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ്സിനെ കാണിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണതയെ കാണിക്കുന്ന നമ്പറാണ് 7. അതിനുശേഷം സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. അത് നമ്മള് സമാഗമന കൂടാരത്തിൽ നമ്മള് താമ്രത്തൊട്ടി അതിനെ റെപ്രസെന്റ് ചെയ്തു. ഈ താമ്രത്തൊട്ടിയിൽ ചെന്നാണ് പുരോഹിതന്മാരും ജനങ്ങളും മുഴുവൻ തങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ചാണ് ഈ ആരാധനാലയത്തിൽ സമാഗമന കൂടാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഷോസ് ദി സാക്രിഫിഷ്യൽ ലവ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തത്തോളം ചിന്തി നമ്മളെ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിച്ച്. എവിടെ നോക്കിയാലും ഈ ദൈവത്തിന്റെ സ്നേഹവും ഈ ദൈവത്തിന്റെ പരിശുദ്ധിയും മാത്രം കാണണം. ദൈവത്തിന്റെ ക്യാരക്ടർ, പരിശുദ്ധി, ദൈവത്തിന്റെ സ്നേഹം, നമ്മളോട് ഓരോരുത്തരോടുമുള്ള അനന്തമായ സ്നേഹം. പിന്നെ അതിനുശേഷം 4 ജീവികൾ 6-ാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു.
ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ 4 ജീവികളെ ഉണ്ടാക്കിയത്? എവിടെ നോക്കിയാലും ആ ജീവികളുടേത് കണ്ണാണ്, മുൻപിലും പുറകിലും എല്ലാം കണ്ണുകൾ മാത്രമാണ്. കണ്ണിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? വാട്ട് ഡു വി? നമുക്ക് വിജ്ഞാനവും പരിജ്ഞാനവും എല്ലാം ലഭിക്കുന്നത് കണ്ണുകളിലൂടെയാണ്. നമുക്ക് ആകപ്പാടെ 2 കണ്ണുകളേ ഉള്ളൂ, ഇവർക്ക് ഒത്തിരി കണ്ണുകളുണ്ട്, മുൻപിലും പുറകിലും എല്ലാം കണ്ണുകളുണ്ട്. അപ്പോൾ വളരെ ഇന്റലിജന്റ് ആയ, വളരെ പരിജ്ഞാനമുള്ള ക്രിയേഷൻസ് ആയിട്ടാണ് ഇവിടെ ദൈവം ഇംഗ്ലീഷിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. Full of eyes in front and behind. And verse 8, and the 4 living creatures, each one of them having 6 wings, are full of eyes around and within, and day and night they do not cease to say, holy, holy, holy is the Lord God, the Almighty, who was and who is and who is to come. രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞു, വിത്തൗട്ട് റെസ്റ്റ്, വിത്തൗട്ട് സീസിങ്. അപ്പൊ ഈ ഒരു CD-ക്കകത്തിട്ട് വീണ്ടും വീണ്ടും ഇത് റീപ്ലേ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കാളും അങ്ങനെ ചിന്തിക്കാനാണ് നമുക്ക് ചാൻസ് ഉള്ളത്. എന്നാൽ ഇത്രയും പരിജ്ഞാനമുള്ള, ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഈ ജീവികളുടെ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. ദൈവത്തിന് ഒരു ബ്ലൈൻഡ് വർഷിപ്പ് ഒട്ടും ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്യോന്യം നോക്കിയിട്ട് പറയുകയാണ്, let us praise God, നമുക്ക് കൈയടിക്കാം, നമുക്ക് ആരാധിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം, എന്ന് പറയുന്ന ഒരു ആരാധന അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. We worship God, നമ്മുടെ ദൈവത്തെ കാണുന്നു, നമ്മുടെ ദൈവത്തെ മുഖാമുഖം കാണുന്നു, ദൈവത്തിന്റെ പരിശുദ്ധി കാണുന്നു, ദൈവത്തിന്റെ വിശുദ്ധി കാണുന്നു, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കാണുന്നു, ദൈവം എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയോടുള്ള നന്ദിയായിട്ട്, നാച്ചുറലായിട്ട്, ബുദ്ധിയുള്ള ആരാധനയായി. അങ്ങനെയാണല്ലോ റോമർ 12:1 നമ്മൾ വായിക്കുന്നത്. ബുദ്ധിയോടുകൂടി let us think about what God has done for us and then worship him naturally. ബ്ലൈൻഡ് ആയിട്ട്, അന്ധമായിട്ടുള്ള ഒരു ആരാധന ദൈവത്തെ ഒരിക്കലും പ്രീതിപ്പെടുത്തുന്നില്ല. ഉപരിപ്ലവമായ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു വർഷിപ്പ് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. let us think, നമുക്കൊന്ന് ആലോചിക്കാം, ദൈവം നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്. അതിൽ നിന്ന് നമ്മളുടെ ആരാധന വരുമ്പോഴാണ് അത് ദൈവത്തിന് സന്തോഷം, ദൈവത്തിന് അത് യഥാർത്ഥ ആരാധനയായിട്ട് അത് തോന്നും. എന്നിട്ട് ഇവര് എന്താണ് പറയുന്നത്? ഹോളി, 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 പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന്. എന്തിനാണ് ഈ 3 പ്രാവശ്യം പറയുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം സ്ട്രെസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വോളിയം കൂട്ടി പറയും, ചിലപ്പോൾ നമ്മൾ ആക്ഷൻസോട് കൂടി പറയും, ചിലപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ്സ് ഉപയോഗിക്കും. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അല്ലേ? ഹോളി, ഹോളിയർ, ഹോളിയസ്റ്റ്. ഇബ്രായ പദത്തിൽ ഒരു കാര്യം സ്ട്രെസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും 2 പ്രാവശ്യം പറയുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ട്രൈങ് ടു സ്ട്രെസ് ഫ്യൂ പോയിന്റ്സ്. ഓരോ കാര്യങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട്, ട്രൂലി ട്രൂലി ഞാൻ ഇത് വളരെ വാസ്തവമായിട്ട് നിങ്ങളോട് പറയും, യു ഷുഡ് പേ അറ്റൻഷൻ ടു ദിസ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഉദ്ദേശിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പോഴാണ് ഇവിടെ ഈ ജീവികളും 3 പ്രാവശ്യം പരിശുദ്ധൻ, 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 കൂടുതൽ സ്ട്രെസ്സോടുകൂടി ദൈവത്തിന്റെ ആ പരിശുദ്ധി അതിന്റെ ഏറ്റവും സൂപ്പർലൈറ്റ്, ഏറ്റവും ഔന്നത്യത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന 4 ജീവികൾ. Who was, who is and is to come. വരുവാനുള്ളതും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ളവനായ കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. Eternal God, not limited by time. Yehovah, YHWH, El Shaddai. ഈ ദൈവത്തെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന 4. Where is our worship? നമുക്ക് കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് നോളജിൽ, പരിമിതമായ അറിവിൽ, പരിജ്ഞാനത്തിൽ
നാച്ചുറലായിട്ട് നാം ആരാധിക്കുന്നുണ്ടോ, അതോ നമ്മളെ തന്നെ പുഷ് ചെയ്ത് കൈയടിക്കുവാനായിട്ട് നമ്മളെ തന്നെ, മറ്റുള്ളവർ കൈയടിക്കുന്നതുകൊണ്ട് ഞാനും കൈയടിക്കുന്നു, മറ്റുള്ളവർ കൈ ഉയർത്തി ആരാധിക്കുന്നത് കൊണ്ട് ഞാനും കൈ ഉയർത്തി ആരാധിക്കുന്നു. നാച്ചുറലായിട്ട് നമുക്കൊരു റെസ്പോൺസ്, ഒരു ആരാധനയ്ക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ദാറ്റ് ഈസ് ബിക്കോസ് നമുക്ക് ഈ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയില്ല എന്നതുകൊണ്ടാണ്. പിന്നീട് 11ാമത്തെ വാക്യത്തില് Worthy are you, our Lord and our God, to receive glory and honor and power, for you created all things, and because of your will they existed and were created. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുൻപിൽ ഇടുന്നു. ഈ കിരീടങ്ങൾ ഈ 24 മൂപ്പന്മാർക്ക് കൊടുത്തത് പിതാവായ ദൈവമാണ്. ആ കിരീടങ്ങൾ ഒന്നുകിൽ അവർ ചെയ്ത പ്രവർത്തികളുടെ റിവാർഡ് എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ തങ്ങൾ ആയിരിക്കുന്ന ആ ഇതിന്റെ മഹത്വം കാണിക്കാൻ, എന്തായിരുന്നാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതൊരു കാര്യവും കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഇട്ട് കളഞ്ഞുകൊണ്ട് ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ പറയുന്നത് സർവവും ക്രിയേറ്റർ ഗോഡിനെ സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവത്തെ, ഇതൊക്കെയാണ് അവിടെ സർവവും സൃഷ്ടിച്ചവരും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ യു അലോൺ ആർ വർത്തി, നീ മാത്രം യോഗ്യൻ. വേറെ ആരും, വേറെ ഒന്നും, ഈ മൂപ്പന്മാരോ ഈ 4 ജീവികളോ അതിന് ചുറ്റുമുള്ള ആ സിംഹാസനമോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള മാലാഖമാരോ ഇവരാരുമല്ല യോഗ്യൻ. ആകപ്പാടെ യോഗ്യനായിട്ടുള്ള ഈ മാനവും മഹത്വവും ശക്തിയും ബഹുമാനവും എല്ലാം ലയിപ്പിക്കുവാൻ യോഗ്യതയുള്ള ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം സിംഹാസനസ്ഥനായി ഇരിക്കുന്നതാണ് യോഹന്നാൻ. നാച്ചുറൽ റെസ്പോൺസ് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെ? ഇത്രയും വലിയൊരു ദൈവം, ഇത്രയും മഹത്വവാനായ ദൈവം, ഇത്രയും മാഗ്നാനിമസ് ആയിട്ടുള്ള, മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ പ്രഭയും ഗ്ലോറിയും എല്ലാം നമ്മൾ കാണുന്നു. ഈ ദൈവം എനിക്ക് വേണ്ടിയിട്ട്, എന്നെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന എന്നെ പോലെയായി പാപം സംബന്ധിച്ച എല്ലാ രീതിയിലും ടെംപ്റ്റഡ് ആയിട്ടും പാപം ചെയ്യാതെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് ആയി തീർന്ന് എന്നെ വീണ്ടെടുക്കുവാനായിട്ട് ഈ ലോകത്തിൽ വന്ന അവസാന തുള്ളി രക്തത്തോളം ചിന്തി എനിക്ക് വേണ്ടിയിട്ട് മരിച്ച് എന്നെ ദൈവത്തിന്റെ അവകാശിയായിട്ടും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയുമാക്കി തീർത്ത, എന്നെ ഈ സ്വർഗ സിംഹാസനത്തിന് മുൻപാകെ നിർത്തിപ്പിച്ച, നിത്യതയിൽ അവനോടുകൂടെ സ്വർഗത്തിൽ വാഴുവാൻ എനിക്ക് കൃപ തന്ന ഈ ദൈവത്തെ എപ്രകാരമാണ് ഞാൻ ആരാധിക്കുന്നത്? യോഹന്നാൻ കവിണ്ണു വീണ് ആരാധിച്ച പോലെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഈ ദൈവത്തോട് പറയാം. Let us know this God more. Let us see the glory of this God more. Let us remember what he has done. സ്നേഹവാനായ ദൈവമേ, വചനത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ വരുന്നു. വചനത്തിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ ആ ഗ്ലോറി, അങ്ങയുടെ വേർത്തും അങ്ങയുടെ ആ മാഗ്നാനിമിറ്റിയും എല്ലാം ഞങ്ങൾ കണ്ടു. അങ്ങ് മാത്രം യോഗ്യൻ എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും ആയിരിക്കെ എനിക്ക് വേണ്ടിയിട്ട് ദാസ്യവേഷമെടുത്ത അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പരിമിതികളുണ്ട് കർത്താവ്. പക്ഷെ എന്നാലും അങ്ങ് ഇത് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നെ വീണ്ടെടുക്കുവാനായിട്ട്, എന്നെ അങ്ങയോടൊപ്പം നിത്യതയിൽ കാണുവാനായിട്ട്, അങ്ങയോടൊപ്പം വാഴുവാനായിട്ട് കർത്താവെ, അങ്ങ് ഇത്രയും വലിയൊരു പ്രിവിലേജ് എനിക്ക് തന്നതിനായിട്ട് ഓർപ്പിക്കാൻ സ്തുതിക്കുന്നു, എന്നെ ആരാധിക്കുന്നു. അങ്ങ് മാത്രം എന്റെ ജീവിതത്തിലെ സകല മഹത്വവും മാനവും അങ്ങേക്ക് മാത്രം, അങ്ങ് മാത്രം അങ്ങേ മാത്രം ആരാധിക്കുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആരാധിക്കുവാൻ, അങ്ങ് ആരാണെന്ന് കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ തരും. യേശുവിനാമത്തിൽ ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കേട്ടുവചനങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ